ഹലോ. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റീഡിങ്ങിൽ വരുന്ന ഒരു സെക്ഷനാണ്. നമുക്ക് 2 ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ഉണ്ട് റീഡിങ്ങിൽ ചെയ്യാൻ വരുന്നത്. സോ അതിൽ നമ്മൾ റീഡിങ് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് എന്ന് പറയുന്ന സെക്ഷനാണ് നമ്മളിന്ന് നോക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് റീഡിംഗ് ടോട്ടൽ 5 സെക്ഷൻസ് ആണ് വരുന്നത്. PT അക്കാഡമിക്കിലാണെങ്കിലും PT കോറിലാണെങ്കിലും നമുക്ക് 5 സെക്ഷൻസ് വരുന്നുണ്ട്. അപ്പോൾ അതിൽ നമുക്കൊരു 3 സെക്ഷൻസ് ആണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് സ്കോർ അച്ചീവ് ചെയ്യുന്ന ഒരു 3 സെക്ഷൻസ്. അതിൽ 2 ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ഉണ്ട്, കൂടാതെ ഒരു റീഓർഡർ പാരഗ്രാഫും കൂടെ ഉണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുന്നത് അതിൽ വരുന്ന ഒരു ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആണ് വരുന്നത്. അപ്പോൾ അതിൽ ചെറിയൊരു നെയിമിങ്ങിൻ്റെ ചെറിയ കൺഫ്യൂഷൻ ഉണ്ടാവും അക്കാഡമിക്കിലും കോറിലും വരുമ്പോൾ. നമുക്ക് മുന്നേ വന്നിരുന്ന പേര് ഇപ്പോൾ August 7th അപ്ഡേഷന് മുന്നേ റീഡിങ് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സിനായിരുന്നു കോറിലും അക്കാഡമിക്കിലും. ബട്ട് August 7th ശേഷം അക്കാഡമിക്കിൽ കുറേ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് സെക്ഷൻ്റെ പേര് ചെറുതായിട്ടൊന്ന് ചേഞ്ച് ആക്കിയിട്ടുണ്ട്. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ആണ്. ഓക്കെ, നമ്മൾ ടാസ്ക് ചെയ്യുന്നത് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് തന്നെയായിരുന്നു. ബട്ട് ഇപ്പോൾ കോറിൽ വരുമ്പോൾ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്, റീഡിങ് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആൻഡ് റീഡിങ് ആൻഡ് റൈറ്റിംഗ് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സിനാണ് കോറിൽ വരുന്നത്. ഇപ്പോൾ അക്കാഡമിക്സിൽ അത് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ്, ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ഡ്രോപ്പ് ഡൗൺ എന്ന് പറഞ്ഞിട്ടാണ്. സോ അപ്പോൾ നമ്മൾ അതിൽ ഇപ്പോൾ കോമൺ ആയിട്ട് നോക്കുന്നത് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ആണ്, അഥവാ റീഡിങ് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആണ് നമ്മളിത് നോക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ വരുമ്പോൾ നമുക്ക് 2 ഫിൽ ഇൻ ദ ബ്ലാങ്ക്സിലും ഡ്രോപ്പ് ഡൗൺ ആണെങ്കിലും ഡ്രാഗ് ആൻഡ് ഡ്രോപ്പിലാണെങ്കിലും നമ്മൾ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആണ്. ഇപ്പോൾ നമുക്കൊരു ബ്ലാങ്ക് കാണാം, ഇപ്പോൾ ഒരു പാസേജ് കാണാം. ഇതുപോലത്തെ പാസേജിൽ നമുക്ക് കുറച്ച് ബ്ലാങ്ക്സ് തന്നിട്ടുണ്ട്, താഴെ കുറേ ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. നമ്മളിത് ഡ്രാഗ് ചെയ്ത് വെക്കുന്നതാണ് നമ്മൾ ടാസ്ക് വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം നമുക്കൊരു പാസേജ്, യു വിൽ ഹാവ് എ പാസേജ് ഓൺ യുവർ സ്ക്രീൻ വിത്ത് 3 to 8 ബ്ലാങ്ക്സ്. ഒരു മിനിമം ഒരു 3 ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു 3 ബ്ലാങ്ക് ഉണ്ടാവാം മിനിമം. മാക്സിമം 8 or 10 ഒക്കെ നമുക്ക് വരാം. ദെൻ ഫോക്കസ് ഓൺ കോണ്ടന്റ്. നമ്മൾ വായിച്ച് നോക്കണം. നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് റീഡ് ചെയ്യാൻ നമുക്ക് ഒരിക്കലും പറ്റില്ല. നമുക്ക് എപ്പോഴും റീഡിങ് ആൻഡ് റൈറ്റിംഗ് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് അല്ലെങ്കിൽ റീഡിങ്ങിൽ എപ്പോഴും നമുക്കൊരു പ്രശ്നം വരുന്നത് ഗ്രാമർ ഉണ്ടാവാം, അതുപോലെ തന്നെ ടൈമിംഗ് ആണ് അവിടെ പ്രശ്നം വരുന്നത്. നമുക്കറിയാം റീഡിങ്ങിന് നമുക്ക് ഒരുമിച്ചൊരു ടൈം, ഇപ്പോൾ ഒരു 30 മിനിറ്റ് ആണ് നമുക്ക് റീഡിങ്ങിന് ഏകദേശം കിട്ടുന്ന ടൈം എങ്കിൽ ഓരോ സെക്ഷൻസും, ഇപ്പോൾ ഈ ഒരു സെക്ഷൻ നമുക്ക് 4 to 5 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും എക്സാമിന്, അല്ലെങ്കിൽ 3 to 4 ക്വസ്റ്റ്യൻസ് എക്സാമിന് ഉണ്ടാവും. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ ഒരു ക്വസ്റ്റ്യൻ ഒരു 5 മിനിറ്റ് വെച്ചിട്ടൊക്കെ എടുത്ത് പോവുകയാണെങ്കിൽ സ്റ്റാർട്ടിങ് ചെയ്ത് വരുമ്പോൾ അവസാനത്തെ ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാതെ ടൈം അപ്പ് ആയി പോകും. അപ്പോൾ ടൈം അപ്പ് ആവുന്നതാണ് റീഡിങ്ങിൻ്റെ ഏറ്റവും മെയിൻ പ്രശ്നം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളെപ്പോഴും റീഡിങ് ആൻഡ് റൈറ്റിംഗ് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആണെങ്കിലും റീഡിങ് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആണെങ്കിലും, അഥവാ ഡ്രോപ്പ് ഡൗൺ ആണെങ്കിലും ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ആണെങ്കിലും നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന ടൈം എന്ന് പറയുന്നത് 2 minutes ആണ്. ഓക്കെ, നമുക്ക് സ്റ്റാർട്ടിങ് ഒരു സ്റ്റാർട്ടിങ് സ്റ്റുഡൻ്റ് ആണ്, തുടങ്ങിയിട്ടുള്ള സ്റ്റുഡൻ്റ് ആണെങ്കിൽ കുറച്ചും കൂടി നമുക്ക് സമയം എടുത്തിട്ട് നമുക്കത് ചെയ്ത് നോക്കാം, പ്രശ്നമില്ല. നമുക്കത് കോൺടെസ്റ്റ് മനസ്സിലാവണം, ടാസ്ക് എങ്ങനെയാണെന്ന് മനസ്സിലാവണം, കുറച്ചും കൂടി സമയം എടുത്തിട്ട് നമുക്ക് നോക്കാം, പ്രശ്നമില്ല. പക്ഷെ അതല്ല നമ്മൾ എക്സാമിൻ്റെ ആ ഒരു ടൈമിലോട്ട് എത്തിയിട്ടുണ്ട്, അല്ലെങ്കിൽ എക്സാം അറ്റൻഡ് ചെയ്യുന്ന സമയത്തൊക്കെ നമ്മൾ ഓരോ സെക്ഷനും ഇപ്പോൾ ഒരു ഡ്രോപ്പ് ഡൗൺ ചെയ്യാൻ, അല്ലെങ്കിൽ ഒരു ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യാൻ, അല്ലെങ്കിൽ ഒരു റീഡിങ് റൈറ്റിംഗ് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ചെയ്യാൻ ഒരു 2 മിനിറ്റ് ആ ഒരു രീതിക്ക് വേണം നമ്മൾ ചെയ്തു പോകണമെങ്കിൽ. അല്ലെങ്കിൽ നമുക്ക് എന്താ ഉണ്ടാവുക, സ്റ്റാർട്ടിങ് നമ്മൾ ഒരുപാട് സമയം എടുത്തെടുത്ത് വരുമ്പോൾ ലാസ്റ്റ് ടൈം പോകും. അപ്പോൾ ആദ്യം നമ്മൾ ടൈം നോക്കണമെന്നില്ല, പക്ഷെ പിന്നെ വരുമ്പോൾ 2 മിനിറ്റിൻ്റെ ഉള്ളിൽ കഴിയാൻ പറ്റുന്നുണ്ടോ എന്ന് നമ്മൾ ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ കോണ്ടന്റ് ഫോക്കസ് ചെയ്യണം, ഗ്രാമാറ്റിക്കൽ സ്ട്രക്ചർ നോക്കണം, അതുപോലെ തന്നെ വൊക്കാബുലറി നോക്കണം. അപ്പോൾ റീഡിങ് ആൻഡ് റൈറ്റിംഗ് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് അഥവാ റീഡിംഗ് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് അല്ലെങ്കിൽ ഡ്രോപ്പ് ഡൗൺ അല്ലെങ്കിൽ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് തമ്മിലുള്ള മെയിൻ ഡിഫറൻസ് എന്ന് പറയുന്നത്, ഇവിടെ നമ്മളിപ്പോൾ ചെയ്യുന്ന ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ആണ്. അപ്പോൾ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് വരുമ്പോൾ നമുക്ക് കുറച്ചും കൂടി വൊക്കാബുലറി ആണ് അവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്, കുറച്ചും കൂടി വേർഡ്സ് ആണ് മെയിനായിട്ട് നോക്കുന്നത്. ഗ്രാമാറ്റിക്കൽ സ്ട്രക്ചർ വേണം, സെൻറ്റൻസ് വായിക്കുമ്പോൾ എന്തായാലും നമുക്ക് സ്ട്രക്ചർ കിട്ടും, പക്ഷേ അതല്ലാതെ നോക്കുമ്പോൾ നമ്മൾ കുറച്ചും കൂടി വൊക്കാബുലറി ആണ്. ഡ്രോപ്പ് ഡൗൺ വരുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ഗ്രാമർ നമുക്ക് അവിടെ വിസിബിൾ ആയിരിക്കും. ഇപ്പോൾ കൺജങ്ഷൻസും അതുപോലെ പ്രിപ്പോസിഷൻസും ഒരു വേർഡിൻ്റെ ഫോംസും കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ കുറച്ചും കൂടി വിസിബിൾ ആയിട്ട് കാണാൻ പറ്റും. പക്ഷേ ഇവിടെ പക്ക വൊക്കാബുലറി ആണ്. വൊക്കാബുലറി എന്ന് പറയുന്നത് പക്ക നമ്മളിപ്പോൾ നോക്കുന്ന ഒരു ഡിക്ഷണറി മീനിങ് ആയിരിക്കണമെന്നില്ല. അപ്പോൾ നമ്മൾ ഡിക്ഷണറിയിൽ നോക്കുമ്പോൾ അല്ലെങ്കിൽ ഗൂഗിളിൽ നോക്കുമ്പോൾ നമുക്കൊരു മീനിങ് കിട്ടും ഒരു വേർഡിന്, ബട്ട് ആ ഒരു എക്സാക്ട് മീനിങ് ആയിരിക്കണമെന്നില്ല. കോണ്ടസ്റ്റിനനുസരിച്ചിട്ട്, സിറ്റുവേഷൻ അനുസരിച്ചിട്ട് ആ വേർഡിൻ്റെ മീനിങ് ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും. ഓക്കെ, അപ്പോൾ 2 minutes ആണ് നമ്മൾ എടുക്കേണ്ടത്. 4 to 5 ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സാമിന് ഉണ്ടാവും. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇപ്പോൾ നമ്മളൊരു പാസേജ് ഇപ്പോൾ റീഡ് ചെയ്യുന്നുണ്ട്, ഇപ്പോൾ ഇത് റീഡ് ചെയ്യുന്ന സമയത്ത് ഞാൻ റീഡ് ചെയ്ത് വരികയാണ്, എനിക്ക് ഫസ്റ്റ് ചെയ്യാൻ കിട്ടുന്നില്ല, അല്ലെ ഫസ്റ്റ് ബ്ലാങ്ക് എനിക്ക് ചെയ്യാൻ കിട്ടുന്നില്ലെങ്കിൽ ഞാൻ അവിടെ നിന്നിട്ട് കാര്യമില്ല, നമുക്ക് ടൈം പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതവിടെ വിടുക, അടുത്ത സെൻറ്റൻസ് വായിച്ച് നോക്കുക. അപ്പോൾ നമുക്ക് ആദ്യം കിട്ടുന്നത് നമ്മൾ ആദ്യം ചെയ്യുക, ഷുവറായിട്ടുള്ള ഓപ്ഷൻ ചെയ്തിട്ട് വരിക. അത് കഴിഞ്ഞ് വരുമ്പോൾ നമുക്ക് ഓപ്ഷൻസ് കുറയും. താഴെ നമ്മൾ ഡ്രാഗ് ചെയ്ത് വെക്കുന്ന ഈ ഒരു സെറ്റ് ഓഫ് വേർഡ്സിൽ നിന്ന് നമുക്ക് ഓപ്ഷൻസ് കുറഞ്ഞ് വരും. അങ്ങനെ വരുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ഈസി ആയിരിക്കും, നമുക്ക് ടഫുള്ളത് ചെയ്യാൻ വേണ്ടിയിട്ട് ഈസി ആയിരിക്കും. അപ്പോൾ എന്താണ് നമുക്ക് ആദ്യം കിട്ടുന്നത് അത് നമ്മൾ ആദ്യം ചെയ്തു പോവാം. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ആദ്യം പറഞ്ഞു റീഡ് ചെയ്യണം, പാസേജ് റീഡ് ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പോൾ അത് റീഡിങ് നമ്മൾ എപ്പോഴും മെയിനായിട്ട് നോക്കേണ്ടത് കംപ്ലീറ്റ് പാസേജ് ആയിരിക്കണം എന്നില്ല. നമ്മൾ എക്സാമിന് എപ്പോഴും നമ്മൾ കുറച്ചും കൂടി
ലെങ്ത് ഉള്ളത് തന്നെ എക്സ്പെക്റ്റ് ചെയ്യണം. കുറച്ച് ലെങ്ത് ഉള്ളതായിരിക്കും. ചിലപ്പോൾ 3 ബ്ലാങ്ക് ഉണ്ടായിരിക്കുള്ളൂ, ചിലപ്പോൾ 8 ബ്ലാങ്ക് ഉണ്ടാവും. അപ്പോൾ അതിനനുസരിച്ചിട്ട് വരും. അപ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുക, ഫുൾ സെൻറ്റൻസ് അല്ല നമ്മൾ അവിടെ റീഡ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഫുൾ സെൻറ്റൻസ് അല്ല, ബ്ലാങ്ക് തന്നിരിക്കുന്ന സെൻറ്റൻസ്. ഇപ്പോൾ ഫസ്റ്റ് നമുക്കറിയാം, ഇപ്പോൾ അത് ഫസ്റ്റ് സെൻറ്റൻസ് വായിക്കുമ്പോഴേ ആൻഷ്യൻ പെയിൻറ്റിങ്സിനെ പറ്റിയിട്ടാണ്. സോ നമുക്കൊരു എക്സാമ്പിൾ ചെയ്യാം. അപ്പോൾ അതിൽ ആൻഷ്യൻ പെയിൻറ്റിങ്സിനെ പറ്റിയിട്ടാണ് പറയുന്നത്. അത് കഴിഞ്ഞ് നമുക്ക് ഇപ്പോൾ ഇവിടെ വരുന്ന ബ്ലാങ്ക് വരുന്നത് ഈ ഒരു ദയർ കഴിഞ്ഞിട്ടുള്ളൊരു വേർഡാണ് നമുക്ക് ബ്ലാങ്ക് തന്നിരിക്കുന്നത്. ഇവിടെ നിന്നാണ് നമ്മൾ ഫസ്റ്റ് താഴേന്ന് വേർഡ്സ് ഡ്രാഗ് ചെയ്ത് വെക്കേണ്ടത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഇവിടെ തൊട്ട് മെനി ഓഫ് ദീസ് പെയിൻറ്റിങ്സ് വെർ ക്രിയേറ്റഡ് ടു കേവ് വാൾസ്. അപ്പോൾ ആ ഒരു സെൻറ്റൻസ്, അതായത് ബ്ലാങ്ക് തന്നിരിക്കുന്ന വേർഡ് അല്ലെങ്കിൽ ആ ബ്ലാങ്ക് ഉള്ള ആ ഒരു സെൻറ്റൻസ് വേണം നമ്മൾ ആദ്യം റീഡ് ചെയ്യണമെങ്കിൽ. അതൊരിക്കലും നമ്മൾ ആ ഒരു സെൻറ്റൻസ് മാത്രം, അവിടെ വരെ ഉള്ളത് മാത്രം വായിക്കരുത്. അപ്പോൾ ബട്ട് ഓൾസോ ഹാഡ് എന്ന് പറഞ്ഞിട്ട് ഒരിക്കലും താഴേക്ക് വരരുത്, നമുക്ക് അങ്ങനെ വായിച്ചാൽ കിട്ടില്ല. കംപ്ലീറ്റ് സെൻറ്റൻസ് വായിക്കാം. അപ്പോൾ ഇവിടെ തൊട്ടിട്ടാണെങ്കിൽ ദ സബ്ജക്ട്സ് തൊട്ടിട്ട് ഫുൾ സ്റ്റോപ്പ് വരുന്നത് ഇൻസ്റ്റൻസ് വരെയാണ്. സോ ആ ഇൻസ്റ്റൻസ് വരെ നമ്മൾ എന്ത് ചെയ്യണം, വായിച്ച് നോക്കണം. എന്നാലാണ് നമുക്ക് അവിടെ ഐഡിയ വരുള്ളൂ. അപ്പോൾ ആ ബ്ലാങ്കിന് മുന്നേ വരെ വായിച്ചിട്ട് ഒരിക്കലും നമുക്ക് കിട്ടില്ല. അത് കഴിഞ്ഞിട്ടുള്ളതും വായിക്കുക. കംപ്ലീറ്റ് സെൻറ്റൻസ് ഫുൾ സ്റ്റോപ്പ് വരെ, സ്റ്റാർട്ട് സെൻറ്റൻസ് തുടങ്ങി ഫുൾ സ്റ്റോപ്പ് വരെ വായിച്ചാലാണ് നമുക്കൊരു മീനിങ് കിട്ടുന്നത്. ഒരു പോസിറ്റീവ് ആയിരിക്കാം, ഒരു നെഗറ്റീവ് ആയിരിക്കാം. അതിനനുസരിച്ചിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യണം, താഴെ നിന്ന് വേർഡ്സ് ഡ്രാഗ് ചെയ്ത് വെക്കണമെങ്കിൽ. അത് നമുക്ക് ആദ്യം നോക്കുന്നൊരു കാര്യമാണ്. കുറച്ചും കൂടി ഈസി ആയിട്ട് വേണമെങ്കിൽ അത് നോക്കാം. സ്റ്റാർട്ടിങ് ഒരു സെൻറ്റൻസ് വായിച്ചിട്ട് ആ സെൻറ്റൻസിന് ഒരു മീനിങ് ഉണ്ടാവും, പോസിറ്റീവായിട്ടുണ്ടാവും. പോസിറ്റീവായിട്ടാണെങ്കിൽ അതുമായിട്ട് കണക്ട് ചെയ്യുന്നൊരു പോസിറ്റീവ് വേർഡ് താഴെ നിന്ന് ഡ്രാഗ് ചെയ്ത് വെക്കുക. നെഗറ്റീവ് ആണെങ്കിൽ അതുമായിട്ട് കണക്ട് ചെയ്യുന്ന നെഗറ്റീവ് വേർഡ് ഡ്രാഗ് ചെയ്ത് വെക്കുക. നമ്മളിപ്പോൾ ഇവിടെ വായിക്കുമ്പോഴും മെനി ഓഫ് ദീസ് പെയിൻറ്റിങ്സ് വെർ ക്രിയേറ്റഡ് ഓൺ കേവ് വാൾ ഫോർ പോട്രി ആൻഡ് ദേ ഹാവ് സർവൈവ്ഡ് ടു തൗസൻഡ്സ് ഓഫ് ഇയേഴ്സ് ഡ്യൂ ടു ദെയർ. അതിപ്പോഴും സർവൈവ് ചെയ്ത് നിൽക്കുന്നത് എന്തുകൊണ്ടാണ്? അപ്പോൾ ഡ്യൂ ടു ദെയർ. അപ്പോൾ അതിൻ്റെ എന്തോ ഒരു ക്വാളിറ്റി കൊണ്ടാണ്, അല്ലെങ്കിൽ എന്തോ കൊണ്ടാണ് അതിപ്പോഴും സർവൈവ് ചെയ്ത് നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ താഴേക്ക് വരുമ്പോൾ നമുക്ക് നോക്കാം. ഇപ്പോൾ മിസ്റ്റീരിയസ് കൊണ്ടാണോ അല്ലെങ്കിൽ റിലീജിയസ് കൊണ്ടാണോ? കാരണം പോട്രി ആൻഡ് കേവ് വാൾസാണ് പറയുന്നത്. അപ്പോൾ അത് റിലീജിയസ് കൊണ്ടോ അല്ലെങ്കിൽ ഫ്ലോക്ലോർ കൊണ്ടൊക്കെയാണോ അതിപ്പോൾ സർവൈവ് ചെയ്ത് നിൽക്കുന്നത്? അല്ല. അതെന്തുകൊണ്ടായിരിക്കും? നമുക്ക് ഇവിടെ വേർഡ്സ് വരുമ്പോൾ പ്രിസർവേഷൻ, സൂക്ഷിക്കുന്നത് കൊണ്ടാണ്. അത് സൂക്ഷിച്ചുകൊണ്ടാണ് അതിപ്പോഴും കുഴപ്പമില്ലാതെ നിൽക്കുന്നത്, അല്ലെങ്കിൽ അവിടുന്ന് തൗസൻഡ്സ് ഓഫ് ഇയേഴ്സിൽ നിന്ന് സർവൈവ് ചെയ്ത് വരുന്നത് അതുകൊണ്ടാണ്. സോ എന്തായിരിക്കും? പ്രിസർവേഷൻ ആയിരിക്കും ഫസ്റ്റ് വരുന്നത്. അങ്ങനെ നമ്മൾ ഓരോ വേർഡ്സും ദെൻ അടുത്ത് നോക്കുക. അപ്പോൾ അതവിടെ കഴിഞ്ഞു. ദെൻ അടുത്ത സെൻറ്റൻസ് ഇവിടെ നിന്ന് തൊട്ടിട്ട് ഫുൾ സ്റ്റോപ്പ് വരെ വായിക്കാം. ദ സബ്ജക്ട്സ് ഓഫ് ഏഷ്യൻ പെയിൻറ്റിങ്സ് ഓഫൻ ഇൻക്ലൂഡ് ദ അനിമൽസ്, ഹ്യൂമൻസ് ആൻഡ് സിൻസ് ഫ്രം ഡെയിലി ലൈഫ്. ദീസ് വേർഡ്സ് വേർ നോട്ട് ഓൺലി മീൻ ഫോർ ഡെക്കറേഷൻ. ഡെക്കറേഷന് മാത്രമല്ല, ബട്ട്. അപ്പോൾ ബട്ട് ചേർത്തിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ നമ്മൾ കൺജങ്ഷൻസ് സെൻറ്റൻസിൽ നമ്മൾ എപ്പോഴും ഗ്രാമർ നോക്കണം. അപ്പോൾ ബട്ട് എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ ഒരു കാര്യം പറഞ്ഞിട്ട് അതിൻ്റെ ഓപ്പോസിറ്റ് പറയുമ്പോഴാണ് നമ്മൾ നോർമലി ബട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ പറഞ്ഞത് ഡെക്കറേഷനും അല്ല. സോ ഡെക്കറേഷൻ അല്ലാത്തൊരു കോൺസെപ്റ്റാണ്. ബട്ട് ഓൾസോ ഹാഡ് ഡാഷ് സിഗ്നിഫിക്കൻസ്. അങ്ങനെ തന്നെ റീഡ് ചെയ്ത് പോവുക, ഡാഷ് സിഗ്നിഫിക്കൻസ്. ദെൻ അതിൻ്റെ കണക്ഷനായിട്ടാണ് അടുത്ത സെൻറ്റൻസ് പറയുന്നത്, ഫോർ ഇൻസ്റ്റൻസ്. അപ്പോൾ ഈ ഫോർ ഇൻസ്റ്റൻസ് എന്ന് പറയുന്നത് എന്താ നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട്. ഫോർ ഇൻസ്റ്റൻസ് എന്ന് പറയുമ്പോൾ ഫോർ എക്സാമ്പിൾ എന്നാണ് അവിടെ മീൻ ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ ഈ പറഞ്ഞ എന്തിൻ്റെയോ സിഗ്നിഫിക്കൻസിൻ്റെ എക്സാമ്പിൾ ആണ് പറയുന്നത്. സം കേവ് പെയിൻറ്റിങ്സ് ആർ ബിലീവ് ടു ഹാവ് ബീൻ ക്രിയേറ്റഡ് ഓൺ റിച്വലിക് പർപ്പസ്. റിച്വലായിട്ട് റിലേറ്റ് ചെയ്താണ്. അപ്പോൾ അവിടെ എന്തായിരിക്കും വരുന്നത്? റിച്വലായിട്ട്, ആചാരങ്ങളുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന വേർഡ് ഇവിടെ നോക്കുക. കാരണം എക്സാമ്പിളാണ്, ഈ പറഞ്ഞതിൻ്റെ എക്സാമ്പിളാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ താഴേക്ക് വരുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് റിച്വലായിട്ട് വരുന്നത് റിലീജിയസ് പർപ്പസ് ആണ് അവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ റിലീജിയസ് ആയിരിക്കും ഇവിടെ നോക്കുക. ബട്ട് ഓൾസോ ഹാഡ് റിലീജിയസ് സിഗ്നിഫിക്കൻസ്, അതിൻ്റെ എക്സാമ്പിളായിട്ട് പറയുന്നു. ഇതേ രീതിക്ക് വേണം നമ്മൾ എല്ലാ വേർഡ്സും വായിച്ച് നോക്കണമെങ്കിൽ. അപ്പോൾ നമുക്കിതൊന്ന് ചെയ്തിട്ടുള്ളത് നോക്കാം. ഓക്കെ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് പറഞ്ഞു, നമ്മൾ ഫസ്റ്റ് വായിച്ചു തൗസൻഡ്സ് ഓഫ് ഇയേഴ്സ് ഡ്യൂ ടു പ്രിസർവേഷൻ കൊണ്ടാണ്, സൂക്ഷിച്ചത് കൊണ്ടാണ് അത് ഇപ്പോഴും സർവൈവ് ചെയ്ത് നിൽക്കുന്നത്. ദെൻ അവിടെ വരുന്നത് റിലീജിയസ് സിഗ്നിഫിക്കൻസ് ആണ്. അത് നമ്മൾ കണക്ട് ചെയ്തപ്പോൾ അടുത്ത സെൻറ്റൻസിൽ എക്സാമ്പിൾ പറഞ്ഞു. ആ എക്സാമ്പിൾ പറഞ്ഞ് അവർ അവസാനിപ്പിക്കുന്നതിൻ്റെ കൂടെ തന്നെ ഓർ കൺവേ സ്റ്റോറീസ് ആൻഡ് ഡാഷ്. സ്റ്റോറീസ് അതായത് കഥകൾ, റിലീജിയൻ സ്പ്രെഡ് ചെയ്യുന്ന കുറേ കഥകൾ, ആൻഡ് ഡാഷ് ആണ് അവിടെ ഇട്ടിരിക്കുന്നത്, അവിടെ ഫുൾ സ്റ്റോപ്പാണ്. അപ്പോൾ എന്താ, സ്റ്റോറീസ് പോലെ തന്നെ വേറെ എന്തോ കോൺസെപ്റ്റ്. ഓക്കെ, ആൻഡ് ഇട്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ നോർമലി ആൻഡ് എപ്പോഴും എങ്ങനെ യൂസ് ചെയ്യുന്നത്, ഒരുപോലത്തെ കാര്യങ്ങൾ പറയാനാണ് നമ്മൾ ആൻഡ് ഇട്ട് പറയുക. അപ്പോൾ സ്റ്റോറീസ് പോലെ തന്നെ കണക്ട് ചെയ്ത് വരിക. നമ്മൾ പാസേജ് നോക്കുമ്പോൾ സ്റ്റോറീസ് പോലെ തന്നെ വരുന്നത് എന്താ അവിടെ നമുക്കറിയാം, ട്രഡീഷണലോ അല്ലെങ്കിൽ റിലീജിയസോ ഇതൊന്നുമല്ല, എന്താ ഫ്ലോക്ലോറാണ്, നാടോടി കഥകൾ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഫ്ലോക്ലോർ അവിടെ വെച്ചു, അതവിടെ ഡ്രാഗ് ചെയ്ത് വെച്ചു. ദെൻ അടുത്തത് വായിച്ചു. അടുത്ത സെൻറ്റൻസ്, ദ യൂസ് ഓഫ് നാച്ചുറൽ പിഗ്മെൻറ്റ്സ് ആൻഡ് ഡാഷ് ടെക്നിക്സ് ഹൈലൈറ്റഡ്. പഴയതാണ്, ആൻഷ്യൻ പെയിൻറ്റിങ്സ് ആണ്. സോ എന്ത് ടെക്നിക്കായിരിക്കും അവിടെ ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടാവുക? താഴെ ഓപ്ഷൻ നോക്കി, നമുക്ക് വേറെ ഓപ്ഷൻസ് ഒന്നുമില്ല, ട്രഡീഷണൽ ടെക്നിക്സ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ആ രീതിക്ക് നമ്മൾ കോൺസെപ്റ്റ് മനസ്സിലാക്കണം. നമ്മൾ ഫുൾ റീഡ് ചെയ്യേണ്ട, കുറച്ചും കൂടി ലെങ്ത്തുള്ള പാരഗ്രാഫ് വരികയാണെങ്കിൽ നമ്മൾ ഫുൾ റീഡ് ചെയ്യേണ്ടെന്ന് പറഞ്ഞു. പക്ഷേ എങ്കിൽ കൂടെയും
പറഞ്ഞിരിക്കുന്ന കോൺസെപ്റ്റ് എന്താണെന്ന് മനസ്സിലാക്കണം. പിന്നെ ഇപ്പോൾ നമ്മൾ ചെയ്ത പോലെ ഓരോ സെൻറ്റൻസും ആ ഫുൾ സ്റ്റോപ്പ് വരുന്ന വരെ ആ ഒരു ബ്ലാങ്ക് ഉള്ള സെൻറ്റൻസ് ഓരോ സെൻറ്റൻസും വായിച്ചു നോക്കുക. എന്നിട്ട് ഫുള്ള് ആ ബ്ലാങ്ക് തൊട്ട് അപ്പുറത്തും ഇപ്പുറത്തും വായിച്ചു നോക്കുക. എന്നിട്ട് നമുക്ക് അതിന് ഏതാണോ ഒരു മീനിങ് കിട്ടുന്നത്, പോസിറ്റീവാണോ നെഗറ്റീവാണോ, അതിനനുസരിച്ചിട്ടുള്ളൊരു വേർഡ് വേണം നമ്മൾ താഴേക്ക് വന്നിട്ട് നമ്മൾ ഡ്രാഗ് ചെയ്ത് വെക്കണമെങ്കിൽ. ഓക്കെ, അപ്പം അടുത്തതൊന്നും കൂടെ നമുക്ക് നോക്കാം. ഇത് വിസിബിൾ ആണെന്ന് തോന്നുന്നു. നമുക്ക് കുറച്ചും കൂടിയും ലെങ്ത് ഉള്ളൊരു സെൻറ്റൻസ് ആണ്, അതുകൊണ്ടാണ് എടുത്തത്. ലെങ്ത് ഉള്ള സെൻറ്റൻസ് എങ്ങനെ ചെയ്യുന്ന അറിയാൻ വേണ്ടിയിട്ടാണ് അത് എടുത്തത്. ഇപ്പം ഇത് നമുക്ക് എല്ലാം വായിച്ചു നോക്കേണ്ട ആവശ്യമില്ല. ഫസ്റ്റ് സെൻറ്റൻസിൽ തന്നെ ഒരു ബ്ലാങ്ക് വരുന്നുണ്ട്. സോ ഇത് വായിക്കുക. ഫോർ ലോട്ട്സ് ഓഫ് ഫസ്റ്റ് ഇയർ സ്റ്റുഡൻസ് ദ യൂണിവേഴ്സിറ്റി മേ ബി ദെയർ ഫസ്റ്റ് എക്സ്പീരിയൻസ് ലിവിങ് അവേ ഫ്രം ഹോം ഫോർ ആൻഡ്. ഓക്കെ, യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന സ്റ്റുഡൻസിൻ്റെ കാര്യമാണ് പറയുന്നത്. വീട്ടിൽ നിന്ന് മാറി നിൽക്കുകയാണ്. ഫ്രം ഹോം ഫോർ ആൻഡ് ഡാഷ് പീരീഡ്, എന്തോ ഒരു പീരീഡാണ്. അപ്പോൾ ഡാഷ് പീരീഡ് എന്ന് പറഞ്ഞ പോലെ, അപ്പോൾ പീരീഡുമായിട്ട് റിലേറ്റ് ചെയ്ത എന്തോ ഒരു വേർഡാണ് നമ്മൾ താഴേന്ന് വെക്കേണ്ടത്. സോ അവിടെ നോക്കുക, ആൻ കൊടുത്തിട്ടുണ്ട്, ആൻ ആണ്. അപ്പോൾ നമുക്കറിയാം തൊട്ടിപ്പുറത്ത് വരുന്ന വേർഡ് എന്തായിരിക്കും, വവൽസ് വെച്ചിട്ട് ആയും ആനും നമ്മൾ പഠിച്ചിട്ടുണ്ട്, ആർട്ടിക്കിൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ആൻ എന്ന് പറയുമ്പോൾ വവൽസ് വെച്ചിട്ട് തുടങ്ങുന്ന എന്തെങ്കിലും ഒരു വേർഡ് ആയിരിക്കും ഇവിടെ നമുക്ക് വേണ്ടത്. അപ്പോൾ ഇവിടെ നോക്കുക ഏതായിരിക്കും അങ്ങനെ വരുന്നൊരു വേർഡ്. എക്സൈറ്റഡ് ആയിരിക്കാം, ഒക്കേഷണലി ആയിരിക്കാം, ദെൻ എക്സ്റ്റെൻഡഡ് ആയിരിക്കാം. ഓക്കെ, ഈ 3 വേർഡേ ഇവിടെ വരുള്ളൂ. ഇതിൽ ഏതെങ്കിലും ഒരു വേർഡാണ്. സോ ആ ഒരു വേർഡിൽ പീരീഡുമായിട്ടുള്ള കണക്ട് ചെയ്ത് നോക്കുക. സോ വീട്ടിൽ നിന്ന് മാറി നിൽക്കുകയാണ്, കുറച്ച് യൂണിവേഴ്സിറ്റിയാണ് പറയുന്നത്, കുറച്ചധികം നാളത്തേക്ക് നമ്മൾ മാറി നിൽക്കുക ചെയ്യുന്നത്. അപ്പോൾ എന്തായിരിക്കും അവിടെ വരുന്നുണ്ടാവുക, ആൻ ആണ്, എക്സൈറ്റഡും അതുപോലെ തന്നെ ഒക്കേഷണലി എക്സ്റ്റെൻഡഡ്. സോ കുറച്ചധികം സമയമാണ് നമ്മൾ വീട്ടിൽ നിന്ന് മാറി നിൽക്കേണ്ടത്. അപ്പോൾ എന്തായിരിക്കും, അത് എക്സ്റ്റെൻഡഡ് പീരീഡ് ആയിരിക്കും. സോ എക്സ്റ്റെൻഡഡ് പീരീഡ് അവിടെ വെച്ചു. ദെൻ ഇറ്റ് ഈസ് എ ഡാഷ് ബ്രേക്ക് ഫ്രം ഹോം. ഇറ്റ് ഈസ് എ ഡാഷ് ബ്രേക്ക് ഫ്രം ഹോം, വീട്ടിൽ നിന്നൊരു ബ്രേക്കാണ്. അപ്പോൾ ആ ഒരു ബ്രേക്കിന് നമ്മൾ എന്താ പറയാന്നാണ് അവിടെ ചോദിക്കുന്നത്. പക്ഷെ എനിക്കത് വായിച്ചിട്ട് വലിയ എ ആണ്. സോ ഇത് രണ്ടും വരില്ല, എക്സൈറ്റഡ് ഓർ ഒക്കേഷണലി വരില്ല എന്നറിയാം. പക്ഷേ ബാക്കി കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്, എനിക്കത് മനസ്സിലാവുന്നില്ല, ഞാൻ അവിടെ വിട്ടു, കുറേ ഞാൻ വിട്ടു. ദെൻ അടുത്ത ഞാൻ ഇവിടെ നിന്ന് വായിച്ചു നോക്കുന്നത്, ദ ഫസ്റ്റ് ഫ്യൂ വീക്സ് ക്യാൻ ബി ഡാഷ് പീരീഡ്. അപ്പോൾ ആദ്യത്തെ നമ്മൾ വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്ന ആദ്യത്തെ ആ ഒരു പീരീഡ് എന്തായിരിക്കും, നമുക്ക് എന്ത് പീരീഡ് ആയിട്ടായിരിക്കും, എ ആണ് കൊടുത്തിട്ടുള്ളത്. സോ അവിടെ എന്തായിരിക്കും, എക്സൈറ്റഡ് ഓർ ഒക്കേഷണലി വരില്ല. സോ ആ ഒരു പീരീഡ് സോഷ്യലി പീരീഡ് ആണോ, ലോൺലി പീരീഡ് ആണോ, ബാക്ക്ഗ്രൗണ്ട്സ് പീരീഡ് ആണോ, ലിമിറ്റഡ് പീരീഡ് ആണോ, നമുക്ക് എന്തായിരിക്കും എപ്പോഴും ലോൺലി പീരീഡ് ആയിരിക്കുമല്ലോ. ആദ്യത്തെ ദിവസം മാറി നിൽക്കുക എന്ന് പറയുന്നത് ഒരു ലോൺലി പീരീഡ് ആയിരിക്കും. സോ ലോൺലി ആയിരിക്കണം അവിടെ വരേണ്ടത്. ഓക്കെ, അപ്പോൾ ആ രീതിക്ക് നമ്മൾ ചെയ്ത് പോകണം. ഇപ്പോൾ നമുക്ക് എയും മാനും ഇവിടെ വന്നതുകൊണ്ട് നമുക്ക് എല്ലാത്തിലും അങ്ങനെ വരുന്നതൊന്നും ഈസി ആയിട്ട് വരുന്നതൊന്നും ഇല്ല. പക്ഷേ എങ്കിലും നമ്മൾ നോക്കുക, നമ്മൾ കുറേയൊക്കെ ഫുൾ സ്റ്റോപ്പ് കഴിഞ്ഞിട്ട് ക്യാപിറ്റൽ ലെറ്റർ വരുന്നതും അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ഇവിടെ നമ്മൾ മിസ്സാക്കി പോകും. അപ്പോൾ എയും മാനും ആണ് ഇവിടെ 1-2 സ്ഥലത്ത് നമ്മൾ ഹെൽപ്പ് ചെയ്തത്. അപ്പോൾ ക്യാൻ ബി ഡാഷ് പീരീഡ് എന്ന് പറയുന്നു. ദെൻ അടുത്ത സെൻറ്റൻസ് വായിച്ചു. അപ്പോൾ അടുത്ത സെൻറ്റൻസ് വായിക്കുന്നത്, വെൻ ന്യൂ സ്റ്റുഡൻസ് ലുക്ക് അറൗണ്ട് ഇറ്റ് മേ ബി സീൻ ദാറ്റ് എവരി വൺ എൽസ് ഈസ് സെൽഫ് കോൺഫിഡൻസ് ആൻഡ് ഡാഷ് സക്സസ്ഫുൾ. എന്തോ അപ്പോൾ സെൽഫ് കോൺഫിഡൻറ്റും ആണ്, ഡാഷ് സക്സസ്ഫുൾ, എന്തിലോ സക്സസ്ഫുൾ ആണ്. സോ എക്സൈറ്റഡ് സക്സസ്ഫുൾ, ഫ്രൈറ്റണിങ് സക്സസ്ഫുൾ, ഡെഫിനിറ്റ് സക്സസ്ഫുൾ, ഇങ്ങനെ നമ്മൾ യൂസ് ചെയ്യുമോ, ഇല്ല. നമ്മൾ എന്താ ഒരു കോമൺ ആയിട്ടൊരു കേൾക്കുന്ന വേർഡ്. അതുപോലെ തന്നെ കൊളോക്കേഷൻസ് നമുക്ക് ഈ ഒരു സെക്ഷനിൽ ആവശ്യമാണ് കേട്ടോ. കുറേ വേർഡ്സ് നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന കുറേ വേർഡ്സ് ഉണ്ട്. അപ്പോൾ കൊളോക്കേഷൻ, ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് നോക്കുമ്പോൾ നമ്മൾ എപ്പോഴും കൊളോക്കേഷൻസും കൂടി ലിസ്റ്റ് ഓഫ് കൊളോക്കേഷൻസ് നമുക്ക് കിട്ടും, അതൊന്നും കൂടെ നമ്മൾ നോക്കി പോകണം. സോ ഇവിടെ എന്തായിരിക്കും, സോഷ്യലായിരിക്കും, സോഷ്യലി ആണല്ലോ സക്സസ്ഫുൾ ആവുന്നത്. സോ സോഷ്യലി സക്സസ്ഫുൾ. ദെൻ അത് കഴിഞ്ഞിട്ട് നോക്കാം, പേഴ്സണൽ ഫ്രീഡം. സോ ഇൻക്രീസ്ഡ് പേഴ്സണൽ ഫ്രീഡം ക്യാൻ ഫീൽ ബോത്ത് വണ്ടർഫുൾ ആൻഡ് ഡാഷ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ബോത്ത് കൊടുത്തിട്ടുണ്ട് അവിടെ, ക്യാൻ ഫീൽ ബോത്ത്, രണ്ടും ഉണ്ട്. അപ്പോൾ രണ്ടും എന്ന് പറയുമ്പോൾ ഒന്ന് അവിടെ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, വണ്ടർഫുൾ ആണ്, അത് പോസിറ്റീവാണ്. അപ്പോൾ ബോത്ത് എന്ന് പറയുമ്പോൾ അടുത്ത ഫീലിങ്സ് അവിടെ പറയണം, ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഫീലിങ്സാണ് വേണ്ടത്. സോ വണ്ടർഫുൾ ആൻഡ് ഫ്രൈറ്റണിങ്, അല്ലെങ്കിൽ ജസ്റ്റ് അവിടെ ബോത്ത് ഇല്ലെങ്കിൽ ക്യാൻ ഫീൽ വണ്ടർഫുൾ ആൻഡ് പോസിറ്റീവ് മീനിങ്ങിൽ നമുക്ക് വേണമെങ്കിൽ എക്സൈറ്റഡ് എന്ന് കൊടുക്കായിരുന്നു. പക്ഷെ അതിന് പകരം അവിടെ എന്താ വന്നത്, ബോത്ത് വന്നിട്ടുണ്ട്, രണ്ട് ഫീലിങ്സും പറയണം, വണ്ടർഫുൾ ആൻഡ് ഫ്രൈറ്റണിങ്. ഇതിനടുത്തത് അടുത്ത സെൻറ്റൻസ് എന്താ, കോംപ്ലക്സിറ്റി ഇൻക്രീസസ് വെൻ റൂംമേറ്റ്സ് ആർ ഓഫ് ഡിഫറെൻറ്റ് ഡാഷ് വിത്ത് വെരി ഡിഫറെൻറ്റ് വാല്യൂസ്. ഡാഷ് വിത്ത് ഡിഫറെൻറ്റ് ഡാഷ് വാല്യൂസ്, എന്ത് വാല്യൂസ് ആയിരിക്കും അവിടെ വരുന്നത്, അല്ലെങ്കിൽ എന്ത് ഡിഫറെൻ്റ് ആയിരിക്കും, എവിടെ നിന്നാണ് വരുന്നതെന്നാണ് പറയുന്നത്. സോ ഡിഫറെൻറ്റ് ബാക്ക്ഗ്രൗണ്ട്സ് ആയിരിക്കും, വേറെ വേർഡ്സ് ഒന്നും അതിൽ കണക്റ്റ് ആവുന്നില്ല. സോ ആ രീതിക്ക് നമ്മളിതൊന്ന് വെച്ച് നോക്കുക. എക്സ്റ്റെൻഡഡ് പീരീഡ് ആൻഡ് വന്നു, എക്സ്റ്റെൻഡഡ് പീരീഡ് ആണ്. ഓക്കെ, സോ എക്സ്റ്റെൻഡഡ് പീരീഡ് ഞാൻ വെച്ചു. അപ്പോൾ ഞാൻ ഇത് വിട്ടിട്ടുണ്ടായിരുന്നു, ഇവിടെ ഡെഫിനിറ്റ് വിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബാക്കിയൊക്കെ ഞാൻ ചെയ്ത് വന്നപ്പോൾ
ലോൺലി ചെയ്തു, സോഷ്യലി ചെയ്തു, ഫ്രൈറ്റനിങ് ചെയ്തു, ബാക്ക്ഗ്രൗണ്ട്സ് ചെയ്തു. പിന്നെ അവിടെ ഞാൻ നോക്കിയപ്പോൾ എനിക്ക് ബാക്കി വരുന്ന ഓപ്ഷൻസ് എന്ന് പറയുന്നത് ഒക്കേഷണലി ആൻഡ് എക്സൈറ്റഡ് ഓർ എക്സ്റ്റെൻഡഡ് ഒക്കെയാണ്. അപ്പം അതിൽ വരുമ്പോൾ ഒരു കാരണവശാലും എനിക്ക് എക്സൈറ്റഡ് അവിടെ വെക്കാൻ പറ്റില്ലല്ലോ, കാരണം അത് ഓൾറെഡി അതൊരു എക്സ്റ്റെൻഡഡ് പീരീഡ് ആണ്. അല്ലെങ്കിൽ ലോൺലി ഒന്നും വെക്കാൻ പറ്റില്ല, കാരണം ഓൾറെഡി എക്സ്റ്റെൻഡഡ് പീരീഡ് ആണെന്ന് പറയുന്നുണ്ട് അവിടെ. പിന്നെ അതൊരു കുറച്ച് നാളത്തേക്കുള്ള ബ്രേക്ക് അല്ലല്ലോ ഹോമിൽ നിന്ന്, കുറച്ചാണ്, ഡെഫിനറ്റ് ആണ്. അപ്പോൾ അതൊരു ആ സമയത്ത് ഇപ്പോൾ സ്റ്റഡീസിന് പോകുമ്പോൾ ആവശ്യമാണ് ആ ഒരു ബ്രേക്ക്. അപ്പോൾ അതിനാണ് അവൾ ഡെഫിനിറ്റ് വെച്ചത്. അപ്പോൾ ബാക്കി വരുന്ന വേർഡ്സ് 2-3 വേർഡ്സ് ചെയ്ത് ഞാൻ കുറച്ചും കൂടി നോക്കിയിട്ട് നമുക്ക് ഓക്കെ ആയിട്ടുള്ളൊരു വേർഡ് ഡെഫിനിറ്റ് വെച്ചു. അപ്പോൾ ഫസ്റ്റത്തെ കിട്ടി, രണ്ടാമത്തെ എനിക്ക് കിട്ടിയില്ല, ഞാൻ അവിടെ നിന്നില്ല, അതവിടെ വിട്ടു. ബാക്കി സെൻറ്റൻസ് വായിച്ചിട്ട് ചെയ്തു. ദെൻ കുറച്ച് ഓപ്ഷൻസ് അവിടെ ബാക്കി വന്നു. അതിന് നമ്മൾ എന്ത് ചെയ്തു, ഒന്നും കൂടി ക്രോസ് ചെക്ക് ചെയ്തിട്ട് മീനിങ് കൂടെ വായിച്ചിട്ട് നമ്മൾ ആ ഒരു വേർഡ് അവിടെ ഡ്രാഗ് ചെയ്ത് വെച്ചു. ഓക്കെ, അപ്പോൾ ഇതേ രീതിക്ക് വേണം നമ്മൾ എന്ത് റീഡിങ് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് അല്ലെങ്കിൽ റീഡിങ് ഡ്രോപ്പ് ഡൗൺ ചെയ്യാനുണ്ടെങ്കിൽ നമുക്ക് ടൈം ലിമിറ്റഡ് ആണ്. നമുക്ക് ഈ പറയുന്ന പോലെ വായിച്ചിരിക്കാനാണെങ്കിൽ ഇപ്പോൾ ഫുൾ സെൻറ്റൻസ് വായിച്ച് നമുക്കിപ്പോൾ ഒരു 5 മിനിറ്റ് സമയം ഉണ്ടെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് ചെയ്യാൻ പറ്റും. നമുക്ക് ഇന്നർ മീനിങ്ങും അവർ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി നമുക്ക് നോക്കാൻ പറ്റും. പക്ഷെ നമുക്ക് അവിടെ അങ്ങനെയല്ല വേണ്ടത്. എക്സാമിനാണെങ്കിലും പ്രാക്ടീസ് ചെയ്യുമ്പോഴും അങ്ങനെയല്ല വേണ്ടത്. നമുക്കൊരു ഐഡിയ വേണം കോൺസെപ്റ്റിനെ പറ്റിയിട്ട്. ഇപ്പോൾ ഇത് ഏഷ്യൻ പെയിൻറ്റിങ്സിനെ പറ്റി പറയുന്നത്, മിക്ക കേസുകളും നമുക്ക് 1-2 സെൻറ്റൻസ് വായിക്കുമ്പോൾ മനസ്സിലാവും എന്താണ് കോൺസെപ്റ്റ് എന്ന്. ഇപ്പോൾ ഇതൊരു സ്റ്റഡീസിനെ പറ്റിയിട്ടാണ്, വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരു കോൺസെപ്റ്റാണ് പറയുന്നത്. സോ അത് മനസ്സിലായിട്ടുണ്ട്. ഇനി ആ ഒരു ബ്ലാങ്കുള്ള സെൻറ്റൻസ് വായിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ അങ്ങനെ ലെങ്ത് ഉള്ളത് വരുമ്പോൾ നമ്മളെപ്പോഴും ലെങ്ത് ഉള്ളത് തന്നെ എക്സ്പെക്റ്റ് ചെയ്യുക. കുറച്ചും കൂടിയും ലെങ്ത് ഉള്ളത് തന്നെ നമ്മളെപ്പോഴും എക്സാമിന് എക്സ്പെക്റ്റ് ചെയ്യുക. ബ്ലാങ്ക്സും കുറച്ചധികം പ്രതീക്ഷിക്കുക. അപ്പോൾ എപ്പോഴും നമുക്ക് എല്ലാം വായിക്കാൻ പറ്റിയെന്ന് വരില്ല. ആ ടൈം നമുക്ക് തന്നിരിക്കുന്ന ടൈം, അല്ലെങ്കിൽ നമുക്ക് ചെയ്യാനുള്ള ടൈം എന്ന് പറയുന്നത് 2 മിനിറ്റ് ആണ്. സോ ആ 2 മിനിറ്റിൻ്റെ ഉള്ളിൽ ആ ബ്ലാങ്ക് തന്നിരിക്കുന്ന വേർഡ്സ് വായിച്ച് നോക്കുക. അതിനൊരു മീനിങ്, അത് പോസിറ്റീവോ നെഗറ്റീവോ ഒരു മീനിങ് കണ്ടെത്തുക. ദെൻ അതുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന വേർഡ്സ് താഴേക്ക് വരിക, എന്നിട്ട് വെച്ച് നോക്കുക. ഇപ്പം നമ്മൾ പറഞ്ഞല്ലോ എലാബറേറ്റ് സിഗ്നിഫിക്കൻസ്, ഫ്ലോക്ലോർ സിഗ്നിഫിക്കൻസ്, അല്ലെങ്കിൽ മിസ്റ്റീരിയസ് സിഗ്നിഫിക്കൻസ്, റിലീജിയസ് സിഗ്നിഫിക്കൻസ്, അങ്ങനെ നമ്മൾ കുറച്ച് പറയുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ മീനിങ് കാര്യങ്ങൾ കിട്ടും. ഓക്കെ, അപ്പോൾ അതൊന്ന് ചെയ്ത് നോക്കുക. സോ നമുക്ക് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു 4 to 5 ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. 2 മിനിറ്റ്സ് ആണ് നമ്മൾ എടുക്കേണ്ടത്. സോ നമുക്ക് ഷുവർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആദ്യം ചെയ്യുക, അത് കഴിഞ്ഞിട്ട് നമ്മൾ ബാക്കിയുള്ളതിൽ വരിക. ടൈം വേസ്റ്റ് ആക്കരുത്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെക്ഷനാണ്. നമുക്ക് ഇവിടെ വരുമ്പോൾ കുറച്ചും കൂടി വൊക്കാബുലറിക്കാണ് ഇമ്പോർട്ടൻറ്റ് കൊടുക്കുന്നത്. നമ്മുടെ ഡ്രോപ്പ് ഡൗണിന് പകരം ഇവിടെ വരുമ്പോൾ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പിൽ കുറച്ചും കൂടിയും വൊക്കാബുലറിയാണ് നോക്കുന്നത്. എക്സാക്ട് വേർഡ് മീനിങ് ആവണമെന്നില്ല, കോണ്ടസ്റ്റിനനുസരിച്ചിട്ട് മാറും. ചില വേർഡ്സ് വരുമ്പോൾ നമുക്ക് ഒരേപോലത്തെ മീനിങ് ഉള്ള 2 വേർഡ്സാണ്. അപ്പോൾ അത് ഏതാണ് അവിടെ നമുക്ക് ഡ്രാഗ് ചെയ്യേണ്ടതെന്നൊരു കൺഫ്യൂഷൻ വരും. അപ്പോൾ അത് എന്താ സിറ്റുവേഷൻ അനുസരിച്ചിട്ടാണ് വരുന്നത്. മീനിങ് സെയിം ആണ്, ഡിക്ഷണറി മീനിങ് കാര്യങ്ങളൊക്കെ സെയിമാണ്. പക്ഷെ അത് വരുന്ന സമയത്ത് എന്താ നമുക്ക് കോണ്ടസ്റ്റിനനുസരിച്ച് തന്നിരിക്കുന്ന സിറ്റുവേഷൻ അനുസരിച്ചിട്ട് അത് ചേഞ്ച് ആവുന്നുണ്ട്. അപ്പോൾ അതും കൂടെ ഒക്കെ നോക്കിയിട്ട് വേണം നമ്മൾ റീഡിങ് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് അല്ലെങ്കിൽ റീഡിങ് അല്ലെങ്കിൽ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെക്ഷൻസ് ആണ്. നല്ല രീതിക്ക് ഗ്രാമറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ചും കൂടി അധികം സമയം നമ്മൾ എപ്പോഴും റീഡിങ് ടഫാണെന്ന് പറയുന്നവർക്ക് കുറച്ചും കൂടി അധികം നേരം പ്രാക്ടീസ് ചെയ്യേണ്ട ഒരു സെക്ഷനും കൂടിയാണ് റീഡിങ് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്. സോ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.